നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 423rd day. Today 15th sloka of Prathama Skanda, 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 623 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. സ കഥാചിത് സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചി, വിവിക്ത ഏക ആസീന ഉദിതേര വിമണ്ഡലേ. ഓം തത്സത്. സ കഥാചിത് സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചി, വിവിക്ത ഏക ആസീന ഉദിതേര വിമണ്ഡലേ. ഓം തത്സത്. സ അവൻ, കഥാചിത് ഒരു നാൾ, ഉപസ്പൃശ്യ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചിട്ട്, അതായത് വെള്ളം സ്പർശിച്ചിട്ട് എന്നർത്ഥം. ജലം ശുദ്ധം ചെയ്യാനായിട്ട് ജലത്തെ സ്പർശിച്ചിട്ട് എന്നാണ് അർത്ഥം വരിക. വിവിക്ത എന്ന് പറഞ്ഞാൽ ജനസഞ്ചാരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം, ആരുമില്ലാത്ത സ്ഥലം. വിവിക്ത ഏകനായിട്ട്, ഒരുത്തനായിട്ട്, ആസീന ഇരിക്കുകയായിരുന്നു. രവിമണ്ഡലേ സൂര്യമണ്ഡലം, അതായത് ഉദിച്ചപ്പോൾ, സൂര്യമണ്ഡലം ഉദിച്ചപ്പോൾ, അതായത് പ്രഭാത സമയത്ത്, ഒരു സൂര്യ ഉദയ സമയത്ത് സരസ്വതി നദിയുടെ തീരത്ത് സ്നാനാദി നിത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം പരിശുദ്ധനായി, ജലം സ്പർശിച്ചിട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധനായിട്ട് ജനസഞ്ചാരമില്ലാത്ത ആ ദേശത്തിൽ, അതായത് ബദരിയാശ്രമത്തിലാണ്. ഇവിടെ ഗംഗാനദി, സരസ്വതി എല്ലാം ബദരിയാശ്രമത്തിൻ്റെ തീരത്താണുള്ളത്. ബദരിയാശ്രമ സ്ഥാനത്തിൽ ഏകനായിട്ട് ഇരിക്കുകയായിരുന്നു. വ്യാസമുനിയാണ് ഇവിടെ മുനി എന്ന് പറയുന്നത്. ശൗനകാദികൾ ചോദിച്ചതിന് ഉത്തരമായിട്ട് സൂതൻ വ്യാസമുനിയുടെ കഥ പറയുകയാണ്. പരാശരനിലും സത്യവതിയിലും വ്യാസമുനി ഭഗവാന്റെ അംശമായിട്ട് ജനിച്ചു. ആ മുനി ഒരു ദിവസം സരസ്വതി നദിയുടെ തീരത്ത് പരിശുദ്ധനായിട്ട്, ജലസ്പർശമൊക്കെ കഴിഞ്ഞ് പരിശുദ്ധനായിട്ട് ഏകനായിട്ട്, സൂര്യ ഉദയം, ഉദിതേ രവിമണ്ഡലേ, സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, ഉദയസമയത്ത്, അതായത് പ്രഭാതകാലത്തിൽ സരസ്വതി നദീതീരത്തിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വ്യാസമഹാഭഗവാന്റെ ചരിത്രം പറഞ്ഞു തരികയാണ്. അടുത്ത 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് അർത്ഥം വരുന്നതാണ്. എങ്കിലും ഓരോരോ ശ്ലോകമായിട്ട് നമുക്ക് ഛേദിച്ച് പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. സ കഥാചിത് സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചി, വിവിക്ത ഏക ആസീന ഉദിതേര വിമണ്ഡലേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.